അനിൽകുമാർ വൈകിയാണ് എത്തിയതെങ്കിലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരും എന്നാണല്ലോ. അനിൽ, രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങ് വരുന്നതിന് മുമ്പ്. ഒന്ന്, തോമസ് ചാഴിക്കാടനെ എന്തുകൊണ്ടാണ് മണ്ഡലത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്? എന്തു വികസനമാണ് തോമസ് ചാഴിക്കാടൻ ചെയ്തത്? പണം കൂടുതൽ ചെലവഴിക്കുന്നത് വികസനമാണെങ്കിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനും ശശി തരൂരുമാണെന്നാണ് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം NDAയുടെ അവകാശവാദമാണ്. ഇതാ NDAയുടെ കാലത്താണ് കോട്ടയമടക്കം റെയിൽവേ വികസന ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വികസനത്തിന് വേണ്ടി NDAയ്ക്കും വോട്ട് പോകും. ഫ്രാൻസിസ് ജോർജിനെ പോലെയുള്ള ഒരു MLA UDFന്റെ കരുത്തോടുകൂടി. തോമസ് ചാഴിക്കാടൻ UDFന്റെ കരുത്തില്ലെങ്കിൽ ഒന്നുമല്ല എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ പറയുന്നത്. മറുപടി: ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നണിയാണ് ഇന്ന് രൂപം കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായതോടുകൂടി UDFന്റെ നടുപൊടിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം മുസ്ലിം ലീഗും കോൺഗ്രസും ചേരുമ്പോൾ അത് നടുവിൽ ശ്രീമാൻ KM മാണി നേതൃത്വം കൊടുത്തിരുന്ന കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് UDF ഒരു മുന്നണി സംവിധാനമായി നൽകുന്നത്. കേരള കോൺഗ്രസും ആ മുന്നണി വിട്ടതോടുകൂടി ഉപ്പില്ലാത്ത കഞ്ഞി പോലെ UDF എന്ന് പറയുന്നത് സമൂഹത്തിൽ എടുക്കാത്തൊരു സാധനമായി. ജോസഫിന്റെ ഉപ്പില്ലെന്നാണോ പറയുന്നത്? ജോസഫ് അപ്പുറത്തുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നത് ഈ കോൺഗ്രസുകാരുടെ സ്വാധീനമൊന്നും പണ്ടത്തെ പോലെ ഇല്ല. മുന്നണിക്കകത്ത് ഞങ്ങൾക്ക് 3-ാം സീറ്റ് വേണം, അപ്പോൾ 6 സീറ്റ് കൊടുത്താലും കുഴപ്പമില്ല, അത്രത്തോളം ലീഗ് വളർന്നിട്ടുണ്ട്, ഞങ്ങൾ തകർന്നിട്ടുണ്ട് എന്നാണ് K മുരളീധരൻ പറയുന്നത്. അതുകൊണ്ട് മുന്നണി എന്ന നിലയ്ക്ക് LDFന് ഇന്നുള്ള നിലയിൽ ഒരു മുന്നണി ഇതേ മുമ്പ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കോട്ടയത്ത് ഈ നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടഭ്യർത്ഥിക്കുന്നത്. കേരള കോൺഗ്രസും LDFിലേക്ക് വന്നപ്പോൾ കോട്ടയത്ത് എന്ത് സംഭവിച്ചു? എന്താണ് LDFന്റെ അനുഭവം? ഞങ്ങളുടെ LDF കോട്ടയത്ത് ഞങ്ങൾ മത്സരിച്ചപ്പോൾ ആകെ 28 പഞ്ചായത്താണ് ഞങ്ങൾക്ക് പരമാവധി ജയിക്കാൻ പറ്റിയത്. കേരള കോൺഗ്രസും LDFന്റെ ഭാഗമായതോടുകൂടി 53 ഗ്രാമപഞ്ചായത്തുകളിൽ ഈ രണ്ട് കൂട്ടരെയും വീട്ടിലിരുത്തിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഈ ചാഴിക്കാടന്റെ മുന്നണി 1-ാം സ്ഥാനത്ത് വന്നു കോട്ടയം ജില്ലയിൽ. മാത്രമല്ല 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ബ്ലോക്ക് പഞ്ചായത്തും ചരിത്രത്തിലാദ്യമായി LDF ജയിച്ചത് കേരള കോൺഗ്രസും LDFന്റെ ഭാഗമായതിനു ശേഷമാണ്. നിയമസഭയിൽ ആകെ 2 ഉള്ളൂ. അല്ലല്ല, തെറ്റാണ് ധാരണ. മൂന്നാമത്തെ കാര്യം പറയാം. അല്ലല്ല, അത് പറയാം. മൂന്നാമത്തെ കാര്യം പറയാം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ഏതാണ്ടൊരു ഒറ്റപ്പെട്ട വിജയമാണ് 1-2 തവണ ഉണ്ടായത്. 14 സീറ്റിന്റെ ഏറ്റവും അസന്നിഗ്ധമായ വിജയം ഈ കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടെങ്കിൽ നേടിക്കൊടുക്കാൻ ഈ മുന്നണിക്ക് സാധിച്ചുവെങ്കിൽ കോട്ടയത്തെ MP തോമസ് ചാഴിക്കാടനാണ്. അത് കണ്ടാലും വെള്ളം വെക്കേണ്ട കാര്യമില്ല, അടുപ്പത്ത് വെള്ളം വെക്കണ്ട എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു.